ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖം തന്നെ അല്ലേ? അൽഹംദുലില്ലാ ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമുക്കൊരു പുതിയ സന്തോഷ വാർത്തയും കൂടി ഇതിൽ പറയാനുണ്ട്. അപ്പം ഇന്ന് രാവിലെ തന്നെ പൂളിയും കൊണ്ടാവാൻ നിൽക്കണം കേട്ടോ. പൂളാന്ന് പറഞ്ഞാൽ കപ്പ. അപ്പം ഇന്ന് കടി ഞാൻ പുട്ടുണ്ടാക്കാനാണ് വിചാരിക്കണത്. അപ്പം ഈ പൂളപ്പുട്ട് ആരെങ്കിലും ഉണ്ടാക്കിയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണ്ടി. കപ്പ നമ്മളിവിടെയൊക്കെ കപ്പക്ക് പൂളാന്നട്ട പറയാം. അപ്പം പൂളൊക്കെ ഞാൻ നന്നാക്കി എടുക്കട്ടെ. അപ്പം ഞാൻ എന്താ സന്തോഷ വാർത്ത എന്ന് ഞാൻ പറഞ്ഞുതരാം. മാഷാ അല്ലാ അൽഹംദുലില്ലാ നമ്മളെ ചാനൽ മോണിറ്റൈസ് ആയിട്ടോ. അപ്പം എന്താ പറയുക, ഒരുപാട് സന്തോഷം. ഈ സന്തോഷമൊക്കെ നിങ്ങളായിട്ട് ഞാൻ പങ്കുവെക്കുകയാണ്. അപ്പം നമ്മളൊരു യൂട്യൂബർ എന്നുള്ള നിലയിൽ 1000 സബ്സ്ക്രൈബറും 4000 വാച്ച് അവറും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഇതിന് മുന്നേ വാച്ച് അവർ ആവാൻ നേരത്തെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിന്. അങ്ങനെ ഓരോരോ സ്റ്റെപ്പായിട്ട് നമ്മളിങ്ങനെ ഒരു പറഞ്ഞതിനനുസരിച്ച് നമ്മളിങ്ങനെ നീങ്ങണം. അപ്പോൾ അതൊക്കെ ചെയ്തു. നമുക്ക് മെസ്സേജ് വന്ന് നമ്മൾ മോണിറ്റൈസ് ആയി ഇറങ്ങാണ്ട്. അപ്പോൾ മാഷാ അല്ലാ അൽഹംദുലില്ലാ. അപ്പോൾ അതിനൊക്കെ നന്ദി ഞാൻ നിങ്ങളോട് പറയാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ നന്ദി പറയാണ്. അപ്പോൾ നിങ്ങളാണല്ലോ എൻ്റെ വിജയം. അപ്പോൾ നിങ്ങളെല്ലാ വീഡിയോസും മുടങ്ങാതെ കാണുക. എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ ഞാൻ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക എന്നിങ്ങനെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങളെ ലൈക്കിനും കമൻറ്റിനും തന്നെയാണ് ഏറെ പ്രാധാന്യം കേട്ടോ. അപ്പം ഞാൻ 2 മാസമായിട്ടുള്ളൂ ഞാൻ ചാനൽ തുടങ്ങിയിട്ട്. അപ്പം മാഷാ അല്ലാ നമ്മൾ ഇത്ര പെട്ടെന്ന് തന്നെ മോണിറ്റൈസ് ആയി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ 2 മാസം കൊണ്ട് ഞാൻ ഈ ലെവലിൽ എത്തുന്നുള്ളത്. എന്താ പറയുക, ഉറക്കത്തിലും കൂടി ചിന്തിക്കാത്ത കാര്യങ്ങളാണ് നടന്നത്. ബാക്കി വിശേഷം ഞാൻ പറയാം. അതിൻ്റെ ഇടയിൽ പൂളൻ്റെ റെസിപ്പി നിങ്ങൾക്ക് അറിയണമല്ലോ. അപ്പം ഞാൻ പൂള നല്ലോണം കഴുകി ഗ്രേറ്റ് ചെയ്ത് വെച്ചിക്കണേ. പൂളപ്പുട്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കണത്. അപ്പം ഇനി ഇതിൻ്റെ നീര് പിഴിഞ്ഞങ്ങാണ്ട് മാറ്റണം. അങ്ങനെ നല്ലോണം പിഴിഞ്ഞിട്ട് വേറൊരു പാത്രത്തേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ കല്യാണത്തിരക്കിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരാളെന്നോട് വിളിച്ച് ചോദിച്ചു, നമ്മളവിടെ ഉള്ള ആൾ തന്നെയാണ്, ഓള് യൂട്യൂബിൽ നടത്തുന്ന ആളാണ്, അപ്പോൾ നിങ്ങൾക്ക് മോണിറ്റൈസിനായോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിട്ടില്ല, ആവാനയക്കണ് പറഞ്ഞു. അപ്പോൾ ഓക്ക് 17K കഴിഞ്ഞിരിക്കണ്, 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആയിട്ടില്ല പറഞ്ഞു. അപ്പം അന്ന് എനിക്ക് 3600 ആയത്. അപ്പം എന്നോട് ചോദിച്ചു എന്താ നിങ്ങൾക്ക് ഇത്ര പെട്ടെന്ന് നിങ്ങൾ എന്നാ തുടങ്ങിയത് ചോദിച്ചു. പറഞ്ഞു ഞാൻ 2 മാസമായിട്ടുള്ളൂ തുടങ്ങിയിട്ട് പറഞ്ഞു. അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ 3600 വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞത് നിന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ കല്യാണത്തിരക്കിലായതുകൊണ്ട് അവളോട് സംസാരിക്കാൻ കൂടിയിട്ടില്ല. അപ്പം എനിക്ക് അവളോടാണെങ്കിലും ഇനി യൂട്യൂബ് തുടങ്ങാൻ ഉദ്ദേശിക്കണവരോടാണെങ്കിലും പറയാനുള്ളത്, നമ്മൾ ഡെയിലി വീഡിയോ ഇടുക. ഒരു 10 മിനിറ്റ് തന്നെയെങ്കിലും വീഡിയോ ഇടണം. ഞാനൊക്കെ ഡെയിലി വീഡിയോ ഇട്ടിക്കണം. 1-2 ദിവസത്തെ വീഡിയോ എന്നെക്കൊണ്ട് കഴിയാത്ത ദിവസം മാത്രമേ ഞാൻ ഇടാതെ നിന്നിട്ടുള്ളൂ. അതേപോലെ ടൈമിങ്ങും മസ്റ്റാ തോന്നുന്നു. നമ്മൾ ഒരേ സമയത്ത് തന്നെ വീഡിയോ അപ്ലോഡ് ആക്കുക. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ വീഡിയോസ് ഇടണമെങ്കിൽ നമുക്ക് എത്രമാത്രം കഷ്ടപ്പാടുണ്ട്. ഒരു 3-4 മണിക്കൂറിൻ്റെ വീഡിയോ ഇങ്ങനെ നമ്മൾ വെട്ടിച്ചുരുക്കി ഒരു 10 മിനിറ്റ് ആക്കി നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരണ്ടേ. നമ്മളെ വീട് നോക്കണം, നമ്മളെ ക്ലീനിങ്, കുക്കിങ്, നമ്മളെ മക്കളെ നോക്കൽ, നമ്മളെ വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും ബേക്കിങ് ഒക്കെ അല്ലേ. അപ്പം നമുക്ക് എന്തൊരു കാര്യം നമുക്കത് നടപ്പിലാക്കണം എന്നൊരു തോന്നലൊരു മനസ്സുണ്ടെങ്കിൽ നമ്മൾ അത് നടക്കും. എനിക്ക് അതിലൊരു വിശ്വാസമുണ്ട്. ഞാൻ അതിൻ്റെ ഇടയിൽ ഞാനതൊക്കെ പിഴിഞ്ഞ് ഉപ്പിട്ടുങ്ങാണ്ട് കുഴച്ച് വെച്ചേക്കണം കേട്ടോ. അതൊക്കെ ഞാൻ പറയാൻ മറന്നു. പിന്നെ തേങ്ങ ചിരവിയും വെച്ചേക്കണം. ഇനി നമുക്ക് പുട്ട് ചുടണമാതിരി തേങ്ങ ചിരവിയത് പൂള ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ നമ്മളെ പുട്ടുണ്ടാക്കണ മാതിരി ഇങ്ങനെ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ചെയ്യാം. എന്തായാലും പൂള കിട്ടണ പോലെ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണ്ട. ഇത് ഉണ്ടാക്കാത്തവർക്ക് വൻ നഷ്ടം എന്ന് പറഞ്ഞ മാതിരി കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. കട്ടൻ ചായയും 4 മണിൻ്റെ ചായക്കും കേട്ടോ അത് ഏറ്റവും ബെസ്റ്റ്. അപ്പം ഇന്ന് രാവിലെ തന്നെ ഞാൻ പൂളപ്പുട്ടായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഈ പുട്ട് ഫസ്റ്റ് ഉണ്ടാക്കല്ലേ. അപ്പം ഇനി മക്കൾക്ക് പറ്റിയിട്ടില്ലെങ്കിലോ വിചാരിച്ചങ്ങാണ്ട് നേന്ത്രപ്പഴം വെച്ചങ്ങാണ്ടും പുട്ടുണ്ടാക്കിയിരിക്കണം. കറി ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഇനി പൂളപ്പുട്ടക്കാണെങ്കിലും പായട്ടുങ്ങാണ്ടുള്ള പുട്ടക്കാണെങ്കിലും ഒന്നും കറിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ലല്ലോ. അങ്ങനെ നമ്മളെ പുട്ടൊക്കെ റെഡിയായി വന്നിക്കണം. അപ്പോൾ ഞാനൊരു വായൻ്റെലൊക്കെ വെട്ടിക്കൊണ്ടുവന്ന് വെച്ചങ്ങാണ്ട് മൊഞ്ചാക്കി വെച്ചിക്കണം. ഞാൻ കുത്തി കൊടുക്കട്ടെ. അപ്പോൾ അധികം വേവൊന്നുമില്ല. നമ്മളെ സാധാ പുട്ട് ചുടണേ അത്ര തന്നെ വേവുള്ളൂ കേട്ടോ. ഉണ്ടാക്കാത്തവരെന്തായാലും മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കണ്ട. എൻ്റെ അനിയത്തി പറഞ്ഞ റെസിപ്പി ആയിട്ട്. അപ്പം എൻ്റെ മൂത്താപ്പാൻ്റെ മോള്, എൻ്റെ അനിയത്തി, ഓൾ ഇടക്കിടക്ക് വിളിച്ചങ്ങാണ്ട് ഓളാണ് എൻ്റെ എന്താ പറയുക വലങ്കൈ എന്ന് പറയണത് ഓളാണ്. ഞാൻ വീഡിയോസ് ഇട്ടിട്ടില്ലെങ്കിലും എന്നെ എങ്ങനെ പറഞ്ഞാണ്ട് ഇടടി ഇറങ്ങാണ്ട് ഇടാൻ പറയും. പിന്നെ നമ്മൾ മടി പിടിച്ചിരിക്കുമ്പോൾ ഉണ്ടല്ലോ അവിടുന്ന് എഴുന്നേൽപ്പിക്കുക പറഞ്ഞൊരു വ്യക്തിയാട്ടോള്. അതേപോലെ ഓരോരോ റെസിപ്പി അതുണ്ടാക്കടി ഇതുണ്ടാക്കടി ഇറങ്ങാണ്ട് ഇങ്ങനെ എന്താ പറയുക എന്നെ ഇങ്ങനെ മോട്ടിവേഷൻ ചെയ്യും.
ഒറ്റൊരു കമൻറ്റും ഓൾ ഇതുവരെ മിസ് ചെയ്തിട്ടില്ല. എല്ലാത്തിലും വന്ന് കമൻറ്റും ലൈക്കും അതും ഇടും. വീഡിയോ കണ്ടിട്ടില്ലെങ്കിലോ അതോ നേരം വൈകിയാലൊക്കെ വിളിച്ചുകൊണ്ട് അന്വേഷിക്കുക എന്താന്ന് ഇടാത്തതെന്ന് ചോദിക്കുക. ഇട്ടിട്ടില്ലെങ്കിൽ ഇടിയിപ്പിച്ച് എന്നെ കൊണ്ട്. അപ്പോൾ ഓള് പറയും ഡെയിലി ഇജ് വീഡിയോ ഇട്. എന്നെങ്ങനെ എന്താ പറയുക, ഓളാണ് ഫസ്റ്റ് മോട്ടിവേഷൻ എന്ന് പറയുമല്ലോ. അപ്പോൾ ഡെയിലി ഇജ് വീഡിയോ ഇട് പറഞ്ഞാണ്ട് ഇങ്ങനെ എന്താ പറയുക പിന്നിന്നിങ്ങനെ തള്ളി തരും. അപ്പോൾ ആ ഓളെ ബലത്തിൽ ഞാനാണ് നീങ്ങുകയാണ്. നമ്മളെ പേരെന്ന് നല്ല സപ്പോർട്ട് വേണമല്ലോ. അപ്പം എല്ലാവരും നല്ല സപ്പോർട്ട് തന്നെയാണ്. നമ്മളെ എന്താ പറയുക ഇവിടുത്തെ കാക്കയാണെങ്കിലും നല്ല സപ്പോർട്ടാണ്. ഇനി എൻ്റെ ബാക്കിക്കാരാണെങ്കിലും നല്ല സപ്പോർട്ടാണ്. അപ്പം നമ്മളെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിലാണല്ലോ നമ്മളിതിൽ നിൽക്കുക. അപ്പോൾ ചെറിയ ആൾക്കാർക്കൊക്കെ യൂട്യൂബ് തുടങ്ങാനൊക്കെ ആഗ്രഹം ഉണ്ടാകുമ്പോൾക്ക് സപ്പോർട്ടിന് ആരും ഉണ്ടാവില്ല. അപ്പം എനിക്ക് ഇവരൊക്കെ നല്ല എന്താ പറയുക കട്ടക്ക് എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഇവളിൻ്റെ അനിയത്തിനെ, എൻ്റെ മുത്താപ്പാൻ്റെ ഓളെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. ഷോർട്സ് ഇട്ടില്ലേ, ഷോർട്സ് ഇട്, അങ്ങനെ കയറും ഇങ്ങനെ കയറുന്ന ഓളിങ്ങനെ എന്നെ മോട്ടിവേഷൻ എപ്പോഴും ചെയ്യണ ഒരു വ്യക്തിയാണ്. അപ്പം എനിക്ക് ഒരുപാട് താങ്ക്സും നന്ദിയൊക്കെ ഉണ്ട്. ഓളോട് ഒരുപാട് കടപ്പാടും ഉണ്ട്. അങ്ങനെ നമ്മളെ പുട്ടൊക്കെ റെഡിയായി. അതിൻ്റെ ഇടയിൽ ചായയൊക്കെ കൂട്ടിയെടുക്കുകയാണെന്ന് കറിയൊന്നുമില്ലല്ലോ. അപ്പോൾ പെട്ടെന്നുണ്ട് പരിപാടിയൊക്കെ. അപ്പോൾ ഈ പൂളുണ്ടല്ലോ, ഇമ്മ അന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന പൂള ഞാൻ കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചിനി. ആ പൂളാണ് കേട്ടോ. പൂള എന്തായാലും സംഭവം അടിപൊളിയാണ്. അപ്പം ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കേണ്ടി. നല്ല സോഫ്റ്റുള്ള പുട്ടാണ്. അപ്പം രാവിലെ കടി കഴിക്കാത്ത ഞാനും കൂടി ഒരു കഷ്ണം പുട്ട് തിന്നിട്ടോ. മധുരം കുറച്ച് ചായയും കുടിച്ചു. അങ്ങനെ ഈ റെസിപ്പി ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണ്ടിട്ടോ. അങ്ങനെ ചായയോടും നമ്മളെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് ആദൂനെയൊക്കെ അംഗൻവാടിക്ക് പറഞ്ഞേക്കണം. അവരെയൊക്കെ കുളിപ്പിച്ച് റെഡിയാക്കിക്കണം. ഡ്രസ്സ് ഇടാനും ഒരുക്കാനും എന്താ പറയുക ഓടുകയാണ്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു ഓടും. ഇപ്പോൾ മുടി വാർന്നപ്പോൾ എന്നോട് പറഞ്ഞാൽ അങ്ങനല്ല മേലക്കാണ് ഇറങ്ങാണ്ട് കണ്ടോ കൈ കൊണ്ട് കാണിച്ചു തരണേ. അപ്പോൾ അവൻ്റെ മോഡലിലൊക്കെ മുടി വാർന്നു കൊടുക്കണം. അപ്പോൾ പിന്നെ ഇഷ്ടമായിക്കണ്. അങ്ങനെ ഇവനൊരുക്കുമ്പോൾ മറ്റവൻ ചീർപ്പ് കണ്ടപ്പോൾ അവൻ ഓടി രക്ഷപ്പെട്ടിക്കണ്. ഇന്നേതായാലും എന്താണ് അംഗൻവാടിക്ക് പോകാൻ നല്ല ഊറ്റുണ്ട്. കുറേ ദിവസമായിട്ട് ഇപ്പോൾ ലീവ് തന്നെ ഇനി അംഗൻവാടി പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ കല്യാണം ഒക്കെ ആയല്ലോ. അങ്ങനെ കുറേ ദിവസം ലീവ് ഇനി. അപ്പോൾ ആദ്യം പുറത്തുനിന്ന് ചെരുപ്പ് ഉള്ളിൽ കൊണ്ടുവന്നുങ്ങാണ്ട് കേട്ടോ, ഉള്ളിലിരുന്ന് കണ്ടാണ് ഇടുന്നത്. ഒക്കെ ഒന്ന് സ്വയം ചെയ്യണം. ഞാൻ ചെയ്ത് കൊടുത്താൽ അതിനെ അയക്കൂല. അങ്ങനെ ഇനി വില പറഞ്ഞിട്ട് വേണം എനിക്കൊരു കേക്ക് കൊടുക്കാണ്ട്. അത് കുറച്ചൊക്കെ പണി കഴിച്ചാണ്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കണം കേട്ടോ. കണ്ടോ ചെരുപ്പ് മറ്റവന് ഇട്ട് കൊടുക്കുക. ചിലപ്പോൾ നല്ല സ്നേഹിക്കാരം, ചിലപ്പോൾ കീരിമ്പാമ്പും കണ്ട മാതിരിക്കാരം. അങ്ങനെ നമ്മളെ ഗിവ് അവേ വിന്നർ നമുക്ക് എത്രയും പെട്ടെന്ന് തിരഞ്ഞെടുക്കണം. അപ്പം ഞാൻ കമൻറ്റ് ബോക്സൊക്കെ ഇങ്ങനെ ഒഴിവുള്ള സമയം നോക്കിങ്ങാണ്ട് ചെക്ക് ചെയ്യാണ്. അപ്പം അതിലുണ്ടാവുമല്ലോ 2-3 വിന്നർ. അതുപോലെ നമുക്ക് എത്രയും പെട്ടെന്ന് തിരഞ്ഞെടുക്കണം കേട്ടോ. അത് ഞാൻ വീഡിയോസ് ആയിങ്ങാണ്ട് എടുത്തുങ്ങാണ്ട് നിങ്ങളെ മുന്നിൽ എത്തിച്ചു തരും. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. എല്ലാവരും വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പം നിങ്ങളെ എല്ലാവരും ഓരോരുത്തരും സപ്പോർട്ട് കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടം വരെ എത്തിയത്. ഇനി അങ്ങോട്ടും ഇനിയും കുറച്ച് കടമ്പകളും കൂടി ഉണ്ടല്ലോ. അപ്പം നമുക്ക് എന്താ പറയുക ഡോളറൊക്കെ വരാൻ തുടങ്ങട്ടെ. അപ്പം അതിനെല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്താലോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.